യുവരാജ്, കട്ടപ്പനയിൽ സാബു അനുഭവിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കരുവന്നൂരിലും കണ്ടലയിലും നമ്മളത് കണ്ടതാണ്. സഹകരണ ബാങ്കുകൾ CPM കൊള്ളയടിക്കുന്ന കാഴ്ച. നിക്ഷേപകർ പണം തിരികെ ചോദിച്ചാൽ അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കും, തളർത്തും. ഗത്യന്തരമില്ലാതെ മനംനൊന്ത് അവർ ജീവനൊടുക്കും. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ അവരെ അധിക്ഷേപിക്കുന്നത് തുടരും. കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡൻറ്റും CPM കട്ടപ്പന ഏരിയ മുൻ സെക്രട്ടറിയുമായ VR സജി ഫോണിൽ സാബുവിനെ ഭീഷണിപ്പെടുത്തിയതാണ് അല്പം മുമ്പ് പ്രേക്ഷകർ കേട്ടത്. അടി വാങ്ങേണ്ട സമയം കഴിഞ്ഞു, തനിക്ക് പണിയറിയില്ല, പണി മനസ്സിലാക്കി തരാം. യുവരാജ് ആവർത്തിക്കുന്നു ഇതൊക്കെ. അല്ല, അത് സത്യമല്ലേ? CPMൻ്റെ മുൻ ഏരിയ സെക്രട്ടറി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അടി വാങ്ങേണ്ടെന്ന സമയം കഴിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ കണ്ടിട്ട് കൊണ്ടുപോയി ആൾക്കാർ പൈസ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അടി കൊള്ളാത്തതിൻ്റെ കുഴപ്പമൊന്നുമല്ലാണ്ട് നമ്മളിപ്പോൾ അതിനകത്ത് എന്താ പറയാൻ സാധിക്കുക? ഒരു തെറ്റിൽ നിന്ന് മനുഷ്യൻ പഠിക്കണം, 2 തെറ്റിൽ നിന്ന് പഠിക്കണം, 3 തെറ്റിൽ നിന്ന് പഠിക്കണം. ഇത് എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് കേരളത്തിലുള്ള ജനത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടി കൊള്ളുക, CPMകാരുടെയും അടി കൊണ്ട് തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് അതേ ഉള്ളൂ. CPMകാരുടെയും തല്ലുകൊള്ളുക, പബ്ലിക്ക് തല്ലുകൊള്ളുക. അത് മാത്രമേ ഇനി മുമ്പിലൊരു ഓപ്ഷനായിട്ട് ഈ ജനത്തിൻ്റെ മുമ്പിലുള്ളൂ. എന്നാലെങ്കിലും കണ്ടുപഠിക്കുമെന്ന് നമുക്കറിയണമല്ലോ. ഇത് ഈ ബാങ്കുകൾ സ്വാഭാവികമാണ്, സഹകരണ ബാങ്കുകൾ നടത്തുന്നുണ്ട്. അത് വിവിധ സംഘടനകൾ, രാഷ്ട്രീയ കക്ഷികൾ, വ്യക്തികൾ, കൂട്ടായ്മകൾ എല്ലാവരും ചേർന്നിട്ട് ഈ പറയുന്ന പോലെ സഹകരണ ബാങ്കുകൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സമയത്ത് അത് വിജയിച്ച് വളരെ മികച്ച രീതിയിൽ പോകുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉണ്ട്, ഒന്നിൻ്റെ മാത്രമല്ല, എല്ലാവരുടേതും ഉണ്ട്. നല്ല രീതിയിൽ വിജയിച്ച് മുമ്പോട്ട് പോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നതുമുണ്ട്. ഈ പരാജയപ്പെട്ടു പോകുന്ന പലതരത്തിൽ പരാജയപ്പെട്ടു പോകാം. കെടുകാര്യസ്ഥത മൂലം പരാജയപ്പെട്ടു പോകാം, ഭരണസമിതിയിലിരിക്കുന്ന ആൾക്കാരുടെ എഫിഷ്യൻസി ഇല്ലായ്മ മൂലം പരാജയപ്പെട്ടു പോകാം. അങ്ങനെ പലതരത്തിലൊക്കെ പരാജയപ്പെട്ടു പോകാം. നമുക്കത് മനസ്സിലാവും. നമ്മളൊരു 100 എണ്ണം എടുക്കുമ്പോൾ 1 or 2 ഒക്കെ അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് ഒരു പർട്ടിക്കുലർ പ്രസ്ഥാനം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ഇതൊരു തുടർക്കഥയായിട്ട് മാറുമ്പോൾ അത് നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സല്ല. അതിനകത്തൊരു അസ്വാഭാവികത ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. 1. 2, ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോയിട്ട് പൈസ ചോദിക്കുന്ന സമയത്ത് അസുഖവുമായി ബന്ധപ്പെട്ടിട്ട്, രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് പൈസ ചോദിക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടാതെ ആത്മഹത്യ നടക്കുന്ന സംഭവം സാബുവിൻ്റേതും ആദ്യത്തേതല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് കരുവന്നൂരിൽ നമ്മൾ കണ്ടതാണ്. മറ്റൊരു നിക്ഷേപകന് ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ഇവിടെ കട്ടപ്പനയിൽ ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ CPMകാരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന പോലെ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഒരു നിക്ഷേപകൻ വിളിക്കുന്ന സമയത്ത് അയാളോട് അടി കിട്ടും എന്നൊക്കെ നിങ്ങൾ പറയുവാനും വേണ്ടിയിട്ട് അയാൾ നിങ്ങളോട് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല ചോദിക്കുന്നത്, ബാങ്കിനോട് ലോണോ ഒന്നുമല്ല അയാൾ ചോദിച്ചിരിക്കുന്നത്. അയാൾ നിക്ഷേപിച്ചിരിക്കുന്ന പൈസയാണ് തിരിച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് ഇടപെടുന്നതിനൊരു രീതി ഉണ്ടാകണം. അവർ നിങ്ങളുടെ ഒരു കസ്റ്റമറാണ്. കസ്റ്റമർ ഈസ് കിങ് എന്നാണ് നമ്മൾ ബിസിനസ് മേഖലയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാണ്. അയാളെ ട്രീറ്റ് ചെയ്യുന്നതിനൊരു രീതി ഉണ്ടാകണം. അതിന് പകരമായിട്ട് നിങ്ങൾ ലോക്കൽ കമ്മിറ്റിയിൽ നിങ്ങൾ പെരുമാറുന്ന ഭാഷയിലും നിങ്ങളുടെ ശാരീരിക ഭാഷയിലും ഒക്കെ നിങ്ങൾ അവരോട് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്, നിങ്ങൾക്ക് അടി കിട്ടാനുള്ള സമയം അതിക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടി കിട്ടാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ ബാങ്കിൽ കൊണ്ട് ഈ പൈസ ഇട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും അത് വീണ്ടും തുടർന്ന് പോകുമെന്ന് നമ്മൾ കേരളത്തിൽ വിശ്വസിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. മനുഷ്യൻ 1 or 2 തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത്. എത്ര കൊണ്ടാലും പഠിച്ചില്ല എന്ന് ഉണ്ടെങ്കിൽ അടി കിട്ടി പഠിക്കണം. CPMകാരുടെയും തല്ല് കിട്ടി തന്നെ പഠിക്കേണ്ടതാണ്.